വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ അന്തരിച്ചു. രാവിലെ 10 മണിയോടെ പാലായി സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 68 വയസ്സായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 16 കാർ അപകടത്തിലാണ് ഡിജോ കാപ്പന് പരിക്കേറ്റത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയ്ക്ക് ശേഷം പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തിരുവനന്തപുരത്തെ ഫ്ളാറ്റിന്റെ മുകളിലത്തെ പാർക്കിംഗ് നിലയിൽ നിന്ന് കാർ താഴേക്കിറക്കുന്നതിനിടെ ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് അപകടമുണ്ടായത്. ഭാര്യയും കേരള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് രജിസ്ട്രാറുമായ മിനി കാപ്പനും അപകടത്തിൽ പരിക്കേറ്റിരുന്നു. പൗരാവകാശങ്ങൾക്കും ഉപഭോക്തൃ അവകാശങ്ങൾക്കും വേണ്ടി പോരാടിയ പൊതുപ്രവർത്തകനായിരുന്നു ഡിജോ കാപ്പൻ. സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന സംഘടനയിലൂടെ ഉപഭോക്തൃ അവകാശ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. KSCയിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ ഡിജോ കാപ്പൻ പാലാ സെന്റ് തോമസ് കോളേജ് യൂണിയൻ ചെയർമാൻ, കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. അന്തരിച്ച ഡിജോ കാപ്പന്റെ ഭൗതിക ശരീരം ശനിയാഴ്ച വൈകിട്ട് 4-ന് പാലാക്കാട്ടെ വസതിയിലെത്തിക്കും. സംസ്കാര ചടങ്ങുകൾ ഞായറാഴ്ച 2-ന് ആരംഭിക്കും. 3 മണിക്ക് സംസ്കാര ചടങ്ങുകൾ പാലക്കാട് ചെറുപുഷ്പം പള്ളിയിൽ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും.